നമസ്കാരം, ഐ ആം ഡോക്ടർ ജുനൈദ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ പൈൽസ് അഥവാ മൂലക്കുരു, മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ ഹെമറോയിഡ്സ്. ഒരുപാട് പേർക്ക് ഈ ഒരു മൂലക്കുരു എന്ന പ്രശ്നമുണ്ട്. എന്നാൽ ഒട്ടുമിക്ക ആളുകളും ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാറില്ല. കാരണം അവർക്ക് ഇത് പുറത്ത് പറയാനുള്ള മടി കൊണ്ടായിരിക്കാം. അവർ ഹോം റെമഡീസ് അല്ലെങ്കിൽ നാച്ചുറൽ റെമഡീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കാറാണ് പതിവുള്ളത്. എന്നാൽ ഈ ഇത്തരത്തിലുള്ള റെമഡീസൊക്കെ ട്രൈ ചെയ്യുമ്പോഴും തുടക്കത്തിൽ അവർക്ക് ചെറിയ ആശ്വാസം കിട്ടുമെങ്കിൽ പോലും കുറേ കാലങ്ങൾക്ക് ശേഷം വർഷങ്ങൾ തോറും ഈ പ്രശ്നങ്ങൾ കൂടി വരികയും സർജറി അല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്നുള്ള രീതിയിൽ എത്താറുണ്ട്. ഇനി സർജറി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം എടുത്ത് സക്സസ്ഫുള്ളി കളയെങ്കിൽ പോലും അതിനുശേഷം അവരുടെ എല്ലാ ബുദ്ധിമുട്ടും മാറണമെന്നൊരു ഉറപ്പുമില്ല. അതുപോലെ ചില ആളുകൾക്ക് ഈ പൈൽസ് തിരിച്ചു വരാറുമുണ്ട്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മൂലകാരണത്തെ ചികിത്സിക്കാതെ നമ്മൾ ഏത് ചികിത്സ ചെയ്താലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം ലഭിക്കണമെന്നില്ല. സർജറിക്ക് അതിൻ്റെ മൂലകാരണത്തെ എടുത്തു കളയാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് വീണ്ടും പലപ്പോഴായിട്ട് ആളുകൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുള്ളത്. അപ്പോൾ നിങ്ങൾ പൈൽസ് തുടക്കക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പൈൽസിന് സർജറി ചെയ്തവരായിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മലബന്ധം എന്ന് പറയുന്നത്. മലബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പൈൽസിനെ പൂർണ്ണമായി ചികിത്സിക്കാൻ പറ്റില്ല. അപ്പോൾ മലബന്ധം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പല ആളുകളും മനസ്സിൽ കാണുന്നത് നമ്മൾ ഫൈബർ റിച്ചായ ആഹാരം കഴിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ വെള്ളം നല്ല രീതിയിൽ കുടിക്കാത്തത് കൊണ്ടൊക്കെ വരുന്ന പ്രശ്നമാണ് എന്നാണ്. അത് ഒരുവിധം സത്യമാണെങ്കിൽ പോലും അത് മാത്രമല്ല മലബന്ധത്തിനുള്ള കാരണം. മറ്റ് ചില കാരണങ്ങളായിട്ടുള്ള കാര്യമാണ് കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ഉണ്ടാവും, ഈ പൈൽസ് ഉള്ള ആളുകൾ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അമിതമായി നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പലപ്പോഴായിട്ട് ഈ കൊഴുപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നത്. എന്നാൽ ഒരുവിധം നല്ല കൊഴുപ്പ് കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ മാറും എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് കരുതി നോൺ വെജ് 3 നേരം ഇരുന്ന് കഴിക്കാനല്ല പറയുന്നത്. ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് മത്സ്യം വേവിച്ച് കഴിക്കാം. പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും ഉചിതം നിങ്ങളത് ബോയിൽ ചെയ്ത് കഴിക്കുന്നതോ സ്റ്റീം ചെയ്ത് കഴിക്കുന്നതോ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീ, ചീസ് പോലുള്ള ആഹാരങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ചില ആഹാരങ്ങളിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഫ്ലാക്സീഡ് ഓയിലൊക്കെ ഒഴിച്ചുകൊണ്ട് കഴിക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കൊഴുപ്പുകൾ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ദിവസവും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് നിങ്ങൾ എല്ലാ ദിവസവും മീൻ തന്നെ കഴിക്കണം എന്നല്ല പറയുന്നത്. ഓരോ ദിവസവും മാറ്റി മാറ്റി കഴിക്കുക. മുട്ടയുടെ മഞ്ഞ കഴിക്കുന്നത് കൊണ്ട് കോൺസ്റ്റിപ്പേഷൻ മാറിക്കിട്ടും. ഇത്തരത്തിലുള്ള ആഹാരത്തിൽ ഒരുപാട് ഈ ന്യൂട്രിയൻസുകൾ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നുണ്ട്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ഗട്ടിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടലിൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ എത്രത്തോളം വേഗത്തിൽ അത് സഞ്ചരിക്കണം എന്ന് നിശ്ചയിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതോടൊപ്പം ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ ഡൈജഷന് വേണ്ടി എത്രത്തോളം എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കണം എന്നും ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഉൽപ്പാദനത്തിന് ഇതുപോലുള്ള കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളും ആവശ്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ചില തരത്തിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഈ സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ കുറയാറുണ്ട്. അപ്പോൾ അത്തരം കണ്ടീഷനിൽ നമുക്ക് മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള പോംവഴികൾ നോക്കണം. അത് മെഡിറ്റേഷൻ, പ്രാണായാമ, യോഗ, എക്സസൈസ്, എന്തെങ്കിലും ഗെയിംസ് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. പ്രോബയോട്ടിക്കിൻ്റെ കുറവ് കാരണവും നിങ്ങളുടെ സെറോട്ടോണിൻ്റെ അളവ് കുറയുന്നതാണ്. അപ്പം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന നല്ല ബാക്ടീരിയകളാണ്. മലയാളികൾക്ക് പൊതുവെ പരിചിതമായ ചില ഭക്ഷണങ്ങളിലൂടെ അത് കിട്ടും. അച്ചാറ്, തൈര് പോലുള്ള ഭക്ഷണങ്ങളിലൂടെ. എന്നാൽ നിങ്ങളൊരു രോഗിയാണ്, നിങ്ങൾക്ക് പ്രോബയോട്ടിക് നല്ല രീതിയിൽ അനിവാര്യമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റും ഇന്ന് അവൈലബിൾ ആണ്. അതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ചോയ്സ്. പ്രോബയോട്ടിക് ഗട്ടിൽ നല്ല രീതിയിൽ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രീബയോട്ടിക് ആവശ്യമാണ്. എന്താണ് ഈ പ്രീബയോട്ടിക് എന്ന് വെച്ചാൽ നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ ആഹാരങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ കഴിക്കേണ്ടതുണ്ട്. ഇത് കഴിക്കുമ്പം ഈ ആഹാരങ്ങളെ പ്രോബയോട്ടിക്സ് അവയുടെ ആഹാരമായി മാറ്റി
അതിന് സർവൈവ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ നിലനിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യൽ അനിവാര്യമാണ്. എക്സസൈസ് ചെയ്യാത്ത ഒരു വ്യക്തികളുടെ ഇൻറ്റസ്റ്റൈൻ ആക്ടിവിറ്റിയും നല്ല മന്ദഗതിയിലായിരിക്കും. അപ്പോൾ നല്ല ആക്റ്റീവായ ഒരു വ്യക്തികൾക്ക് നല്ല രീതിയിലുള്ള ഇൻറ്റസ്റ്റൈനൽ ആക്ടിവിറ്റി നടക്കുകയും കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കുകയും ചെയ്യും. ഭക്ഷണം എങ്ങനെ കഴിക്കുന്നു, എപ്പോൾ കഴിക്കുന്നതും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴായി നമ്മൾ തിരക്ക് പിടിച്ചിട്ട് ഭക്ഷണങ്ങൾ പെട്ടെന്ന് വായിലിട്ട് ഓടിപ്പോകുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ആഹാരങ്ങൾ നല്ല രീതിയിൽ ചവക്കാത്തത് കൊണ്ട് തന്നെ ആഹാരങ്ങൾക്ക് ഡൈജഷൻ പ്രോസസ്സ് ഒരുപാട് സമയം വേണ്ടി വരും. അത് കോൺസ്റ്റിപ്പേഷനിലേക്ക് ലീഡ് ചെയ്യും. ഗ്യാസ് ട്രബിൾ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കണ്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധ മൊബൈൽ ഫോണിലായതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കില്ല, നല്ല രീതിയിൽ നമുക്ക് ചവക്കാൻ സാധിക്കില്ല. അതുകൊണ്ടും കോൺസ്റ്റിപ്പേഷൻ, ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതശൈലിയിലേക്ക് മാറ്റങ്ങളാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ മാറി കിട്ടാൻ സാധിക്കും. കോൺസ്റ്റിപ്പേഷൻ നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പൈൽസിനെയും നിങ്ങൾക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ല കണ്ടന്റുമായി വരാം. അതുവരേക്കും ഗുഡ് ബൈ.